ഹലോ എവ്രി വൺ, ഇമെയിൽ റൈറ്റിംഗ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കാം വിത്ത് ആൻ എക്സാമ്പിൾ. എൻജിൻ ട്രബിൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഇന്ന് വൈകുന്നേരം നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. അതിൽ കംപ്ലീറ്റ് ബാക്കിയുള്ള ഡിസ്കോഴ്സും ഗ്രാമറും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ്. സോ വൈകുന്നേരം കൃത്യം 7 മണിക്ക് ലൈവിൽ ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: യു ആർ the narrator of Engine Trouble. Engine Trouble എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലെ നെറേറ്റർ നിങ്ങളാണെന്ന് കരുതുക. റൈറ്റ് an email to the temple priest. ആ ടെമ്പിളിലെ പ്രീസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രീസ്റ്റിന് ഒരു കത്ത് എഴുതുക, ഒരു ഇമെയിൽ എഴുതുക. Explain why the attempt to move the road engine failed and request some more time to remove it. നമ്മുടെ റോഡ് എഞ്ചിന് ആ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റാൻ കഴിയുന്നില്ല അല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടി സമയം വേണം എന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആക്ച്വലി നമ്മുടെ ഓണം എക്സാമിനുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓണത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇമെയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊരു ഒരു ഫോർമൽ ലെറ്ററിന്, ഒരു ഫോർമൽ ഇമെയിൽ ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എൻജിൻ ട്രബിൾ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫോർമൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, ഇതിന്റെ ഒരു മോഡൽ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ആൻസർ ഇതിന്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏതൊരു ഇമെയിൽ വന്നു കഴിഞ്ഞാലും അത് ചെയ്യേണ്ട രൂപം ഈ ഒരു ഫോർമാറ്റ് ആണ്. ഫ്രം അഡ്രസ് ചെയ്ത് ആക്ച്വലി ഇമെയിൽ ID അവിടെ എഴുതി കൊടുക്കുക, ടു അഡ്രസ്, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഫ്രം അഡ്രസ്സും. ഫ്രം അഡ്രസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് എഴുതണം? ആക്ച്വലി ടു അഡ്രസ് അടിപൊളിയായിട്ട് ഒരു @gmail.com. ഫോർ എക്സാമ്പിൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ടെമ്പിൾ പ്രീസ് ആണെങ്കിൽ ടെമ്പിൾ പ്രീസ് @gmail.com, അല്ലെങ്കിൽ 123 @gmail.com, അങ്ങനെ ഏതെങ്കിലും ഒരു gmail.com എഴുതി കൊടുത്താൽ മതി. സെറ്റ് ആണല്ലോ. ഓക്കെ. ആൻഡ് സാല്യൂട്ടേഷൻ എന്താക്കാം? സാല്യൂട്ടേഷൻ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഡിയർ സർന്നോ അല്ലെങ്കിൽ ടെമ്പിൾ പ്രീസ് ഡിയർ പ്രീസ്റ്റോ എന്നൊക്കെ കൊടുക്കാൻ പറ്റും. സർ എന്ന് കൊടുത്താൽ മതി. ഏറ്റവും ഈസി ആയിട്ട്, പ്രൊഫഷണൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫോർമൽ ആണല്ലോ. അപ്പൊ സർ എന്ന് കൊടുക്കുക. അവസാനം ക്ലോസിംഗ് ലൈനും കൊടുത്തിട്ട് നെയിം ഓഫ് ദ സെൻഡർ, ഇത് സെൻഡ് ചെയ്യുന്ന ആൾ നെറേറ്ററിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന് ഒരു പേരുണ്ടെങ്കിൽ അതോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമെയിലിന്റെ ഫോർമാറ്റ് ആയി. സോ ഏത് സിറ്റുവേഷനിലും ഇമെയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കോപ്പി കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബോക്സ് വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിനെ പറ്റിയിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നിങ്ങൾ കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എൻഡ് ഗെയിം ബാച്ച് നമ്മൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സോ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇത്രയും സ്പെസിഫിക്കേഷനുള്ള ആപ്പാണ്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കിടക്കാം. 2 കൊടുത്തിട്ടുണ്ട്. templepriest@gmail.com. ABCD കൊടുത്താലും മതി, gmail.com ഉണ്ടായാൽ മതി. ഒരു മെയിലാന്നുള്ള ഒരു ഫീൽ ഉണ്ടാവാൻ. സബ്ജക്ട് എന്താണ്? അവിടെയെങ്കിലും ഫ്രം കൊടുക്കട്ടെ, ഫ്രം നിങ്ങളുടെ ഒരു മെയിൽ ID. പിന്നെ അവിടെയും സ്റ്റുഡന്റ് gmail.com, abcd@gmail.com, 123 gmail കൊടുക്കാൻ പറ്റും. സബ്ജക്ട് റിക്വസ്റ്റ് ഫോർ മോർ ടൈം ടു മൂവ് ദ റോഡ് എഞ്ചിൻ നീക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. അത് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെയുണ്ട് അതിന്റെ ആ ഒരു സബ്ജക്ട് ഇവിടെ കിട്ടുന്ന റിക്വസ്റ്റ് സം മോർ ടൈം ടു റിമൂവ് ഇറ്റ്. എന്താ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് റിമൂവ് ദ ആ ഒരു എഞ്ചിൻ എന്നുള്ള സംഭവം കൊടുക്കാം. മോർ ടൈം ടു മൂവ് ദ റോഡ് എഞ്ചിൻ. ആൻഡ് റെസ്പെക്റ്റഡ് സർ എന്ന് കൊടുക്കാം. ഡിയർ സർ എന്ന് കൊടുക്കാൻ പറ്റും. റെസ്പെക്റ്റഡ് സർ, ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് വി കുഡ് നോട്ട് മൂവ് ദ റോഡ് എഞ്ചിൻ ടുഡേ. ഇന്ന് ഞങ്ങൾക്ക് ഈ റോഡ് എഞ്ചിൻ മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈവൻ വിത്ത് ദ എലിഫന്റ് ആൻഡ് മെനി ഹെൽപ്പേഴ്സ്. നമ്മൾ ചാപ്റ്റർ ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ എലിഫന്റിനെ യൂസ് ചെയ്തു, അതുപോലെ തന്നെ കുറെ ഹെൽപ്പേഴ്സ് കൂലിന് യൂസ് ചെയ്തു. ഇറ്റ് നോട്ട് ഷിഫ്റ്റ് ആൻഡ് ക്രിയേറ്റഡ് സം കൺഫ്യൂഷൻ. അത് മാത്രമല്ല മൂവ് ചെയ്യാൻ മാത്രം കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കൺഫ്യൂഷൻസ് ഉണ്ടാക്കി. ഐ സിൻസിയർലി അപ്പോളജൈസ് ഫോർ ദ ഡിലേ. ആ ഒരു മൂവ് ചെയ്യാത്ത ആ ഒരു ഡിലേ വരുത്തിയതിൽ, വൈകിപ്പിച്ചതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കൈൻഡ്ലി ഗ്രാൻഡ് മീ എ ലിറ്റിൽ മോർ ടൈം ടു റിമൂവ് ദ എഞ്ചിൻ ഫ്രം ദ ടെമ്പിൾ ഗ്രൗണ്ടിൽ നിന്ന് അത് മൂവ് ചെയ്യാനുള്ള കുറച്ചുകൂടി സമയം തരണം. ഐ വിൽ കംപ്ലീറ്റ് ദ വർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് നമ്മൾ എന്താക്കും, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു ഫെയ്ത്ത്ഫുള്ളി നെറേറ്റർ. അവിടെ എന്തെങ്കിലും പേരോ ഒക്കെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ബോക്സും കൂടി വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇമെയിൽ സെറ്റായി 4 മാർക്കാണ് നിങ്ങൾക്ക്. ഈ ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടാൻ പോവാണ്. സോ ഈ ഒരു ഇമെയിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. ഓക്കെ, സെറ്റാണല്ലോ. ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ മറന്നു പോരുത്. നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മെഗാ മാരത്തോണിൽ എന്താണ് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ പറ്റും. ദാറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മി ജംഷാദ്. യു ക്യാൻ കോൾ മീ JD. താങ്ക് യു. ബൈ.